ട്രംപും മോദിയും തമ്മിൽ സംസാരിച്ചു ടെലിഫോണിൽ. സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ ട്രംപ് തന്നെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന്, ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തും. പിന്നെ താരിഫിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ചൈനയും ബ്രസീലിനെയും പോലെ അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടല്ല എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് ഇന്ത്യ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങണം എന്ന് പറയുന്നു. അത് ശരിക്കും നമുക്ക് ആവശ്യമുള്ള ഗുണം ചെയ്യുന്നൊരു കാര്യമല്ലേ? ഈ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വാങ്ങാൻ ഓൾറെഡി കരാറുണ്ട്. ബൈഡനുള്ളപ്പോൾ തന്നെ, ബൈഡൻ്റെ അവസാന കാലത്താണ് 4 ദിവസത്തോളം നമ്മളുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അമേരിക്കയിലുണ്ടായിരുന്നു. അതാരും അധികം ശ്രദ്ധിച്ചില്ല. ഞാനൊരു വീഡിയോയിൽ സുനിലിനോട് പറഞ്ഞിരുന്നു ഏതൊക്കെ കരാറാണ് ഒപ്പിട്ടതെന്നൊക്കെ. അതെല്ലാം ആയുധ കരാറാണ്. ആയുധങ്ങൾ 3 കരാറ് ആയുധങ്ങൾ വാങ്ങാനുള്ളതും, ഒരെണ്ണം സപ്ലൈ ചെയിൻ അതിൻ്റെ കരാർ. അതിലൊരു കരാറ് ഈ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിടുന്നു എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാവുന്ന, ഇൻ്റർനാഷണൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാവുന്ന ഒരു കരാറാണ്. ബാക്കി കരാറുകളൊക്കെ ഏതെങ്കിലും ഒരാൾ പാലിച്ചില്ലെങ്കിൽ പാലിച്ചില്ല, അത്രയേ ഉള്ളൂ. ആയുധം വാങ്ങാനുള്ള പ്രധാനപ്പെട്ട കരാറ് ഇൻ്റർനാഷണൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആയുധം നമുക്ക് തന്നില്ലെങ്കിൽ അമേരിക്കയെ നമ്മൾ കോടതിയിലേക്ക് കൊണ്ടുപോകും, നമ്മൾ വാങ്ങിയില്ലെങ്കിൽ അമേരിക്ക നമ്മളെ കോടതിയിൽ കൊണ്ടുപോകും. ഇറ്റ് ഹാസ് ബീൻ ഓൾറെഡി എഗ്രീഡ്. അപ്പോൾ അതൊന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ട്രംപ് ചെയ്തിട്ടുള്ളൂ. വാങ്ങണം. നമുക്കിപ്പോൾ അല്ല, അത് പറയേണ്ട കാര്യമില്ല. എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പറയുന്നത്? അത് കാരണവരുടെ ഒരു ശൈലി അതാണ്. കാര്യങ്ങൾ വൃത്തിയായിട്ട് അങ്ങ് പറയുക, തുറന്ന് പറയുക. ഈ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു 60 മുതൽ 65% റഷ്യൻ ആയുധങ്ങളാണ് നമ്മുടെ കയ്യിൽ. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് പോട്ടെ, 65% ഡിപ്പെൻഡൻസി ഓൺ എ പെർട്ടിക്കുലർ കൺട്രി ഈസ് എ ബാഡ് തിങ് ഇല്ലേ? 65% ആയുധങ്ങളും ഒരു രാജ്യത്തിൻ്റെ എന്ന് പറയുമ്പോൾ അല്പം അപ്പർ ഹാൻഡ് ആ രാജ്യത്തിന് നമ്മുടെ മുകളിൽ ചെലുത്താൻ പറ്റും. സ്പെയർസ് തരുന്നില്ല, റിപ്പയർ പറ്റുന്നില്ല, അങ്ങനെയില്ല, ആ ഡിസൈൻ തന്നില്ല, ഈ നട്ട് തന്നില്ല, ബോൾട്ട് തന്നില്ല, ഇതുപോലെയൊക്കെ നമ്മളെ ഉഷ്ണിപ്പിക്കാൻ അവർക്ക് പറ്റും. സോ ഇതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് മോദി വന്നപ്പോൾ അർജൻറ്റായിട്ട് ഒന്ന് പട്ടാളത്തിൻ്റെ ആവശ്യം, ഒരു സ്ക്വാഡ്രനെങ്കിലും നമുക്ക് യുദ്ധവിമാനങ്ങൾ വേണം. ആ യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാതെ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ചു. ഗവൺമെൻറ് ടു ഗവൺമെൻറ് കരാർ. ആ കരാറിലാണ് രാഹുൽ ഗാന്ധി ബഹളമൊക്കെ വെച്ചിട്ട് സുപ്രീം കോടതിയിലൊക്കെ പോയി കച്ചറയൊക്കെ ഉണ്ടാക്കിയത്. എങ്ങനെയും അത് തോൽപ്പിക്കാം. കാരണം ഇവരുടെയൊക്കെ ഈ മനസ്സിലുള്ള ഇക്വേഷൻ തകർത്തുകൊണ്ടാണ് നമ്മുടെ കാർന്നവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് കരാർ സാധാരണ ചെയ്യുന്നതല്ല. കമ്പനിയിൽ നിന്നാണല്ലോ, നമ്മുടെ റഫാൽ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ലോക്ഹീഡിൽ നിന്ന് ഒക്കെയാണ് വാങ്ങുന്നത്, ബോയിങ്ങിൽ നിന്നൊക്കെ വാങ്ങും. കരാർ 2 രാജ്യങ്ങൾ തമ്മിലുണ്ടാകും, ഇത്ര വ്യാപാരം ചെയ്തോളാമെന്ന്. കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇത് കമ്പനി റഫാൽ നമ്മൾ സെലക്ട് ചെയ്തു. ബട്ട് കോൺട്രാക്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഈസ് ത്രൂ ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഫ്രാൻസിന് കൊടുത്തിട്ട് ഫ്രാൻസാണ് ഡസോൾട്ട് കമ്പനിക്ക് കൊടുക്കുന്നത്. ഈ രീതിയിൽ ചെയ്തു, ഫുൾ പ്രൂഫായിട്ട്. അത് ചെയ്തത് പാർഷ്യലി ഈ റഷ്യൻ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സമയത്തോളം ഒരു 5th ജനറേഷൻ ഫൈറ്റർ നമുക്കില്ല. അത് സത്യമാണ്, നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. 4th ജനറേഷൻ തന്നെ മുഴുവനും ഉണ്ടോ എന്ന് പറയാൻ എനിക്ക് ത്രാണിയില്ല. അത് ഡിഫൻസ് എക്സ്പെർട്സ് തന്നെ അതിൽ പലവിധ അഭിപ്രായം. 5th ജനറേഷൻ ഏതായാലും ഇല്ല. തേജസ് പൂർണ്ണമായിട്ട് വന്നിട്ടില്ലല്ലോ. ഇല്ല, കാവേരി എഞ്ചിൻ നമ്മുടെ റെഡി ആയിട്ടില്ല. അപ്പോൾ ഇതിന് ഇപ്പം പ്രശ്നങ്ങൾ 110 അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാടൊക്കെയുണ്ട്. ബട്ട് സാധനം ഇല്ല എന്നുള്ളത് സത്യമല്ലേ. ചൈന 6th മാറുന്നു. അപ്പം നമുക്ക് ചൈന 6th മാറുന്നു, അത് വേറൊരു തട്ടിപ്പാണ്. ചൈന 4 പോലും എത്തിയിട്ടില്ല. ചൈനയുടെ J-20 എന്ന് പറഞ്ഞൊരു മെഷീൻ ഫൈറ്റർ ജെറ്റ്, അതാണ് അവർ 5th ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കോഴ്ച. 5th ജനറേഷൻ്റെ ഒന്നാമത് ഈ 5th ജനറേഷൻ എന്ന് ഞാനങ്ങ് തീരുമാനിച്ചപ്പോൾ ഇതിന് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ F-35 ആണ് അൾട്ടിമേറ്റ് ഫൈറ്റർ ജെറ്റ്. ഇപ്പോൾ ലോകത്ത് അമേരിക്കയുടെ F-35 ആണ്. ആ F-35 പോലും 5th ജനറേഷൻ അല്ല എന്ന് ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സ് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. കാരണം ശരിക്കും അതിൻ്റെ ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ റഡാറിനെ വെട്ടിക്കാനുള്ള കഴിവ്, ഇതാണിപ്പോൾ ഫൈറ്റർ ജെറ്റിൽ നടക്കുന്ന സംഭവം. വേറൊന്ന് ഡ്രോണുമായിട്ടുള്ള മത്സരം. ഈ ഡ്രോൺസ് വന്നു കഴിഞ്ഞപ്പോൾ ഫൈറ്റർ ജെറ്റിന് പ്രസക്തിയില്ല. ഇതാണ് എലോൺ മസ്ക് ഒക്കെ പറയുന്നത്. ആർക്ക് വേണടാ നിൻ്റെ ഫൈറ്റർ ജെറ്റ്
ഫൈറ്റർ ഇല്ലാതെ തന്നെ ഞാൻ ജെറ്റിട്ട് കളിക്കുകയാണ് ഡ്രോൺ. മനുഷ്യൻ വേണ്ട, പിന്നെ മനുഷ്യനെ കൂടെ ഇരുന്ന് അത്രയും വലിപ്പം വേണ്ടേ പിന്നെ. ഇതാണ് ഇലോൺ മസ്ക് പറയുന്നത്. അങ്ങനെ പറയുന്നതിനകത്തും ഒരു മെരിറ്റൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അമേരിക്ക ഈസ് ഗോയിങ് ഹാൻഡ് വിത്ത് F-35. അതിൻ്റെ അടുത്ത ജനറേഷൻ അവർ പ്ലാൻ ചെയ്യുന്നു. അത് 2030 മറ്റോ വരും എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ F-35 അമേരിക്ക ആർക്കും കൊടുക്കില്ല എന്നാണ് ഇസ്രായേലിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവരുടെ പോളിസി അതാണ്. ബട്ട് ഈ പോളിസി ഇന്ത്യക്ക് വേണ്ടി മാറ്റി ഇന്ത്യ ഇപ്പോൾ പറയുകയാണ് ആയുധം വാങ്ങാൻ നമ്മൾ കരാറുമുണ്ട്. ആയുധം ഏതായിരിക്കണം? ചേട്ടനൊരു കാര്യം ചെയ്യും, ഞങ്ങൾക്കൊരു 10 F-35 താ, ഞങ്ങൾക്കിപ്പോൾ അർജൻറ്റ് നീഡുണ്ട്, ഞങ്ങളുടെ ബാക്കി ഡെവലപ്മെൻറ്റൊക്കെ ആയി വരുന്നേ ഉള്ളൂ, ഒരു 10 നീങ്ങുതാ. അല്ല അത് ഞാൻ ഇസ്രായേൽ മാത്രമേ കൊടുക്കൂ. അതെങ്ങനെയാണ്? ഞാൻ ദോശ ഉണ്ടാക്കി, ദോശ ഞാൻ സുനിലിന് മാത്രമേ തരുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഇഡ്ഡലി ഇടിയപ്പം ഇതൊക്കെ കൊടുക്കാം, ദോശ തരില്ല. ഇങ്ങനൊരു കച്ചവടമുണ്ടോ? അത് പറ്റില്ല. പന്തിയിൽ പക്ഷാഭേദം, ഇപ്പം നെഗോസിയേഷൻ, അത് ബാങ്ക്. ഫൈനലി നമുക്ക് വേണ്ട ആയുധം നമ്മൾ വാങ്ങും. ഇനി കൂടി വന്നു കഴിഞ്ഞാൽ ആ കാർന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ F-35 തരാം, പക്ഷേ അത് F-29 എന്നോ മറ്റോ പേരിട്ട് തരുള്ളൂ. അത് മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ F-29 ലോകം ഇങ്ങനെ നോക്കും, എടാ F-29 എന്ന് പറഞ്ഞൊരു വിമാനം ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെ? അല്ല അത് ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അറിയാവുന്നവർക്ക് ഇതറിയാം, ഈ സംഗതി കച്ചവടം ഇതാണ്. അപ്പോൾ തന്നെ ചൈന, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ഒക്കെ F-35 പേര് മാറ്റി വാങ്ങി. ഇതൊക്കെ സംഭവിക്കും. ബട്ട് സാധാരണ നമ്മളെപ്പോലുള്ളവർ സന്തോഷം. ഇങ്ങനെയാണ് ഈ ആയുധ കച്ചവടം അത് ഇതൊക്കെ നടക്കുന്നത്. വാങ്ങുന്ന ആയുധം പുറത്ത് പറയില്ല, പുറത്ത് പറയുന്ന ആയുധമായിരിക്കില്ല വാങ്ങിയത്, വാങ്ങിയിട്ടേ ഉണ്ടാവില്ല. ചിലപ്പോൾ കൊടുത്തു എന്ന് മറ്റേ ആൾ പറയും, കിട്ടിയില്ല എന്ന് ഇയാൾ പറയും. ഇങ്ങനെ നടക്കുകയുള്ളൂ ആയുധ കച്ചവടം. അങ്ങനെയാണ്. ബെഗ്, ബോറോ ആൻഡ് സ്റ്റീൽ, ഈ 3 തന്ത്രവും ചാണക്യൻ പെർമിറ്റ് ചെയ്തിട്ടുണ്ട് രാജ്യരക്ഷയുടെ കാര്യത്തിൽ. നിങ്ങൾക്ക് തെണ്ടാം, നിങ്ങൾക്ക് കടം മേടിക്കാം, നിങ്ങൾക്ക് കക്കാം. സാധാരണ നിലയിൽ ഇത് മഹാമോശമാണ്. ഈ 3 പ്രവൃത്തികളും മഹാമോശമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ചാണക്യൻ ഇത് എക്സംഷൻ കൊടുത്തു. രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ 3 പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യാം രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. 3 നാണം കെട്ട വൃത്തികെട്ട പരിപാടികൾ രാജ്യരക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആ രീതിയിലാണ് നരേന്ദ്രമോദിയുടെ പോക്ക്. നരേന്ദ്രമോദി പറയും വസുധൈവ കുടുംബകം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ കൊള്ളാവുന്നൊരു പ്രസംഗമൊക്കെ നടത്തും. പക്ഷേ ഉള്ളിൽ ചാണക്യതന്ത്രമാണ്, ചാണക്യൻ്റെ പ്രിൻസിപ്പൽ. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോകാത്തതാണ് നമ്മുടെ ദുരിതം. നമ്മൾ ഈ യുണൈറ്റഡ് നേഷൻസിൽ പ്രസംഗിക്കുമല്ലോ, ആ പ്രസംഗം നമ്മൾ തന്നെ അങ്ങ് വിശ്വസിക്കും. മഹാത്മാഗാന്ധി, ബുദ്ധൻ ഇപ്പം പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങ് സമാധാനവാദിയാകും. ഇത് പ്രസംഗം കേൾക്കാൻ മാത്രമുള്ളതാണെന്നും പ്രവൃത്തിയുമായിട്ട് അതിന് ബന്ധമില്ലെന്നും ഉള്ളിൽ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. യുണൈറ്റഡ് നേഷൻസിൽ എല്ലാവർക്കും ഇതറിയാം. വൻ പ്രസംഗങ്ങളാണ് നടത്തുന്നത്. അതിലൊരു പ്രത്യേക കോറം അവിടെ ഹാജരാവണം. അവരെ ഏത് സമയത്ത് കൈയടിക്കണം, അവരുടെയൊക്കെ ചെവിയിൽ ഈ സാധനമുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ കൈയടിക്കാനുള്ള സമയം കൃത്യം കൈയടിക്കും. കണ്ടിട്ടില്ലേ? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ട് കോങ്കോയിലെ പ്രധാനമന്ത്രി ഇരുന്ന് കൈയടിക്കുന്നു. അയാൾക്ക് ഹിന്ദി എന്താണ്, ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞുകൂടാ. കാർത്തിപ്പോൾ ഒരു പ്രേതം പോലത്തെ ഒരു മനുഷ്യൻ വന്നിരിക്കും സൗത്ത് ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബോഡി ഷേമിംഗ് ആണ്, മണ്ണാങ്കട്ട എന്തുമായിക്കോട്ടെ. ഇങ്ങനെ കണ്ടാൽ പേടിക്കുന്ന ആൾക്കാരൊക്കെ വന്നിരുന്ന് കൈയടിക്കും. കാരണം അവരുടെയൊക്കെ ചെവിയിൽ കൃത്യമായിട്ട് പറയും ഇന്ന പരിഭാഷ. ഇതാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. ഇപ്പോൾ മോദി പോകാൻ പോകുന്നതും യുണൈറ്റഡ് നേഷൻസ് യോഗത്തിനാണ്. അതിൻ്റെ കൂടെയാണ് ഈ ട്രംപിനെ കാണുന്നതും പിടിക്കുന്നതല്ല. അതാണ് പ്രധാന അജണ്ട. പക്ഷേ മറ്റേ വഴിപാട് കൂടെ ഉള്ളതാണല്ലോ യുണൈറ്റഡ് നേഷൻസ്. ഈ പ്രസംഗത്തിൽ നമ്മൾ സ്വയം മതിമറന്ന് പോകരുത്. നമ്മൾ നമ്മുടെ പ്രിൻസിപ്പിളിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ ആ പ്രിൻസിപ്പിളിൽ ഈ ചാണക്യൻ പറഞ്ഞതാണ് ഈ വക തന്ത്രങ്ങളെല്ലാം തന്നെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. രാജ്യരക്ഷ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ രക്ഷയും കൂടെയാണ്. അല്ല, ട്രംപിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഈ മോദിയുമായിട്ട് സംസാരിച്ചത് എന്താണെന്നുള്ളൊരു ബ്രീഫിംഗ് വന്നല്ലോ. അതിനകത്ത് ഈ പറയുന്നത് താരിഫിൻ്റെ കാര്യം പറയുന്നു, അതോടൊപ്പം ആയുധം അമേരിക്കയിൽ നിന്ന് വാങ്ങിയിരിക്കണം എന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് ഒരു മെസ്സേജാണോ? അല്ല, വാങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുന്ന അങ്ങനെക്കറിയാം. ഓൾറെഡി കരാർ ഒപ്പിട്ട് രാജ്നാഥ് സിംഗ് കരാർ ഒപ്പിട്ടിട്ടുണ്ടെന്നേ. ഈ ജോ ബൈഡൻ്റെ കാലത്ത് ഒപ്പിട്ട കരാറ് ബൈഡൻ മാറിയാലും കരാർ ആയുധം ഇന്ത്യക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് മറ്റുള്ളവർക്ക് ചൈനയ്ക്കോ പാകിസ്ഥാനോ ഉള്ളൊരു മെസ്സേജാണോ എന്നാണ് എൻ്റെ സംശയം. അങ്ങനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല.
ഇന്ത്യക്ക് തരാം എന്ന് പറഞ്ഞു, ഇന്ത്യക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും അമേരിക്കയ്ക്ക് ഈ മനുഷ്യൻ ഇല്ല, പാകിസ്ഥാൻ ഈ മനുഷ്യൻ കൊടുക്കുകയില്ല എന്നൊന്നും അതിനർത്ഥമില്ല. പുള്ളി ആകെ ചെയ്ത ഒരു നല്ല കാര്യം, ഈ USAID ഒക്കെ നിർത്തിയിട്ട് ഈ കാശ് ടെററിസ്റ്റുകൾ അടിച്ചുകൊണ്ട് പോകുന്ന കാശ് നിർത്തി കട്ട് ചെയ്തു. ലോകാരോഗ്യ സംഘടന ടെററിസം എന്നുള്ള വാക്കാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ ഇസ്ലാമിക് ടെററിസമാണ്. അത് കൂടാതെ ഇന്നലെ പുള്ളി ഒരു കാര്യം കൂടെ ചെയ്തു, കുറേ ഗുരുദ്വാരകൾ റെയ്ഡ് ചെയ്തു ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടെത്താൻ. അതോടെ നമ്മുടെ പന്നു ഉണ്ടല്ലോ, ഗുർപത്വന്ത് സിംഗ് പന്നു, ഈ പന്നുവിൻ്റെ കാര്യം പരിങ്ങല്ലേ. കാരണം പന്നു ഫലത്തിലൊരു ഇല്ലീഗൽ ഇമിഗ്രൻ്റാണ്. ഇവിടുന്ന് ഓടി കാനഡയിൽ പോയി അവിടുത്തെ പൗരത്വം എടുത്ത് ആ പൗരത്വം കാണിച്ച് അമേരിക്കയിൽ പൗരത്വം, ഇതൊക്കെ ഈ നമ്മുടെ കാർന്നവരുടെ ഫോർമുലയിൽ പെടുമെന്ന് എനിക്കറിയാമില്ല. പെടുമെങ്കിൽ പന്നുവിനെ പിടിച്ചാൽ അകത്തിടും, അല്ലെ വണ്ടി കയറ്റി ഇങ്ങോട്ട് വിടും. ഗുരുദ്വാര കയറി 6 ഫോർ ജസ്റ്റിസ് മറ്റവർ മരിച്ചു, ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനം, ഞങ്ങളുടെ പവിത്രമായ സ്ഥലത്ത് അമേരിക്കൻ പോലീസ് കയറി എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, എന്ത് പവിത്രമാണെങ്കിൽ നീ കാണിക്കുന്ന പോകരുത്, ആരൊക്കെ അകത്തുള്ള പുറത്തിറങ്ങ്, ആളെ നോക്കട്ടെ, കയ്യിൽ കടലാസ്. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ ഖാലിസ്ഥാനികളുടെ കാര്യം പരിങ്ങലിലായി. അമേരിക്കയിൽ ഏതാണ്ട് തീരുമാനമായി, കാനഡയിലും ഏതാണ്ട്. പിന്നെ വ്യാപാര രംഗത്ത് ഓരോ രാജ്യവും അവരവരുടെ താല്പര്യമല്ലേ നോക്കുന്നത്. അമേരിക്ക പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കണം, അത് ശരിയാവില്ല. തെറ്റാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കിയാൽ മോദിയാണെങ്കിൽ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ഈ അമേരിക്ക അടക്കമുള്ളവരാണ് നമ്മളോട് പറഞ്ഞത് ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്. നമ്മൾ കേട്ടോ? നമ്മൾ വാങ്ങിച്ചു, നമ്മൾ മറിച്ച് വിറ്റു. മറിച്ച് അമേരിക്കയ്ക്ക് തന്നെ വിറ്റു. ആദ്യം ഇവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് വിറ്റു, പിന്നെ കടലിൽ തന്നെ മറിച്ച് വിറ്റു. കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പൽ, ചേട്ടാ ഈ കപ്പലിലെ എണ്ണ തനിക്ക്. എന്നിട്ട് കപ്പലിനെ വിളിച്ച് പറയുന്നു, നേരെ അങ്ങോട്ട് പടിഞ്ഞോട്ട് വിട്. കിഴക്കോട്ട് വന്നുകൊണ്ടിരുന്നത് നേരെ പടിഞ്ഞോട്ട് പോയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ചെയ്തതാ. അല്ല, സൗദിയേക്കാളും കൂടുതൽ എണ്ണ നമ്മൾ വിറ്റു. അത് നമ്മൾ ചെയ്യുമെന്ന് ഓരോ രാജ്യവും അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവർ ഉപയോഗിക്കും. ട്രംപും അത് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അത് നമ്മുടെ നെഗോഷിയേറ്റിംഗ് കപ്പാസിറ്റി പോലെ ഇരിക്കും. നമ്മളെപ്പോലെ വലിയൊരു മാർക്കറ്റ് വേണ്ടാന്ന് വയ്ക്കാൻ ട്രംപിന് പറ്റുമോ? അതെ അതെ, അതും പറ്റില്ല. അപ്പോൾ ട്രംപിനും ഇച്ചിരി ഇറങ്ങേണ്ടി വരും, മോദിക്ക് ഇച്ചിരി കയറേണ്ടി വരും. അതൊരു ഈക്വലിബ്രിയത്തിൽ ചെന്ന് കലാശിക്കും. ഏതായാലും ആദ്യത്തെ മീറ്റിംഗ് ഒരുപക്ഷെ ഈ ഒരു സമവായം അല്ല പരസ്പരം കൊണ്ടും കൊടുക്കലുമുള്ള ഒരു മുന്നോട്ട് പോക്കിന് തുടക്കമാവും. ഒരു കാര്യം ഞാൻ പറയാം, ഇടിവെട്ട് പ്രോഗ്രാമായിരിക്കും അത്. ഇടിവെട്ട് പ്രോഗ്രാമായിരിക്കും. മോദി പോകുമ്പോൾ അതൊരു എഴുന്നള്ളത്തായിരിക്കും, ഒരു കൊമ്പൻ്റെ. അവിടെ പോയി ഇന്ത്യൻ ഡയസ്പൊറയൊക്കെ വിളിച്ചു കൂട്ടി ഒരു ഷോയൊക്കെ നടത്തി സംഗതി ഒന്ന് ഇളക്കി മറിച്ചിട്ടേ ആശം വരുള്ളൂ. അതുപോലെ ട്രംപ് അണ്ണനെ ഇങ്ങോട്ടും കൊണ്ടുവരും. വരും. അതിൻ്റെ സൗകര്യമൊക്കെ നോക്കിയിട്ട്. കാരണം പുള്ളിയുടെ പ്രിയോറിറ്റിയിൽ ഇപ്പോൾ ഇന്ത്യ വലിയൊരു പ്രിയോറിറ്റിയിലല്ല ട്രംപിൻ്റെ. എന്ന് വെച്ചാൽ നമ്മളൊരു സുഹൃത്താണ്, അതിപ്പോൾ എന്ത് ചെയ്യാൻ വരട്ടെ നോക്കാം. ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ന്യൂട്രലാണ്. മോർസോ നമ്മൾ തമ്മിൽ യാതൊരു വഴക്കോ പ്രശ്നമോ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുക. ഉണ്ടായിരുന്ന ചില്ലറ കാര്യങ്ങൾ, ഈ തഹാവൂറിനാണൊക്കെ പിടിച്ച് അങ്ങോട്ട് കൊടുത്തു, അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ട്രംപ് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു പ്രത്യേക ഇൻസിഡൻസ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മളുടെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന് മുഖ്യാതിഥിയായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ അതൊരു ഗ്രേറ്റ് അറൈവലായിരിക്കും. അതല്ലാതെ ഏത് നിമിഷവും വന്നേക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ലോക നേതാവ് 4-ാം തീയതി നെതന്യാഹുവിനെ കാണുവാണ്. പക്ഷേ സുനിലൊരു കാര്യം ആലോചിച്ചു നമുക്ക്, ട്രംപ് ഇന്ത്യയിൽ വന്നാൽ ആ വരവും മോദി അമേരിക്കയിൽ ചെല്ലുമ്പോൾ ആ ചെലവ്, ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ കാർന്നോർക്ക് എന്തും ആഘോഷമാക്കി മാറ്റാൻ പ്രത്യേക ഒരു സാമർഥ്യമുണ്ട് കാർന്നോർക്കും ടീമിന്. മറ്റേ കാർന്നോർക്ക് അതിൽ ശ്രദ്ധയുമില്ല, അത് ചെയ്യണമെന്നുമില്ല. പുള്ളി വിടറാ ഡൽഹിയിലേക്ക്, അതാണ് പുള്ളിയുടെ സ്റ്റൈല്. അല്ല ചേട്ടാ, ഡൽഹിയിൽ ആദ്യം നമ്മുടെ മോദി അവിടെ ഉണ്ടെന്ന് കണ്ടിട്ട് പോകാമെന്ന് ഡിം എന്ന് പറഞ്ഞ് വരും, പോവും. ഇതൊക്കെയാണ് ട്രംപിൻ്റെ ശൈലി. നമ്മുടെ അങ്ങനെയല്ല. നേരത്തെ തീരുമാനിച്ച് പെരുവനംകുട്ടന്മാർ 64 അധ്യകലാകാരന്മാർ കൊമ്പ് കുഴൽ നെറ്റിപ്പട്ട അതൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഒരു വരവ്. ഏതായാലും ആ
സന്ദർശനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പിന്നെ അതൊരു തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ തെക്കോട്ടിറക്കം അടുത്ത മാസം ഉണ്ടാവുമെന്നാണ് പറയുന്നത്, ഫെബ്രുവരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.